ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അഖിലമിസാണ്. സോ ദ ആനുവൽ എക്സാമിന് വേണ്ടി മക്കളെല്ലാവരും അടിപൊളിയായിട്ട് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. നമ്മുടെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ മക്കൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, കാരണം ഓരോ ക്വസ്റ്റ്യൻസും വളരെ പ്രധാനപ്പെട്ടതാണ്. മുൻ വർഷങ്ങളിലൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ള കുറേ ചോദ്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇതാ നമ്മൾ നോക്കുവാണ്. ഒരു ചോദ്യം ഇതാണ്, കംപ്ലീറ്റ് ദ ടേബിൾ. അല്ലേ, ഈ തന്നിരിക്കുന്ന ടേബിൾ നമ്മൾ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ കൃത്യമായിട്ട് വായിച്ചു നോക്കുന്ന ഒരാൾക്ക് കാണാൻ പറ്റും, യെസ്, ഇവിടെ സൊല്യൂഷൻസ് ലായനിയും അതിനുൾപ്പെട്ടിട്ടുള്ള പാർട്ടിക്കിൾസ് അല്ലേ, ഉൾപ്പെട്ടിട്ടുള്ള വസ്തുക്കളുമാണ് രണ്ട് കോളങ്ങളിലായിട്ട് നൽകിയിരിക്കുന്നത്. പക്ഷെ അത് ഇൻകംപ്ലീറ്റ് ആണ്. നമ്മളത് എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനോ അതല്ലെങ്കിൽ ഒരു മാച്ച് ദ ഫോളോയിങ് ആയിട്ടോ ആണ് ഈ ഒരു ടേബിളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സോ കൃത്യമായിട്ട് ഈ ഒരു ടേബിൾ നമ്മൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഓരോന്നായിട്ട് നോക്കിയാൽ നമുക്കറിയാം. ആദ്യം തന്നെ ബ്രാസ് അല്ലേ, അല്ലെങ്കിൽ പിച്ചളയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതൊരു അലോയ് ആണ് അല്ലേ, അതായത് ഇതെന്താണ്? സിങ്കിൻ്റെയും കോപ്പറിൻ്റെയും കൂടെ ഒരു മിക്സ്ചർ ആണ് എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് സോഡയാണ്. അപ്പോൾ സോഡ കൃത്യമായിട്ട് മക്കൾ നോട്ട് ചെയ്ത് വെക്കുക. സോഡ വാട്ടർ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, അതായത് കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ടാണ് ഈ സോഡ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? നമ്മുടെ വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡുമാണ് അല്ലേ. കൃത്യമായിട്ട് ഈ ഒരു കാര്യം ഓർത്ത് വയ്ക്കുക. ഇതൊരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിച്ച് കണ്ടിട്ടുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗ്ലിസറിൻ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ അല്ലേ, അത് നമുക്ക് തന്നെ അറിയാം. ഗ്ലിസറിനും ജലവുമാണ് അതിനകത്തുള്ള വസ്തുക്കൾ എന്ന് പറയുന്നത്. ഇനി എയർ അല്ലേ, എയർ ആണ് ഇവിടെ വരേണ്ടത്. കാരണം ഇതിനകത്ത് നമുക്ക് തന്നിട്ടുണ്ട് നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ വേപ്പർ എക്സെട്ര അല്ലേ. ഇവരെല്ലാം അടങ്ങിയിരിക്കുന്നതാണ് എന്ത്? നമ്മുടെ എയർ അല്ലേ, നമ്മുടെ വായു എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ കൃത്യമായിട്ട് ഈ ടേബിൾ നമ്മൾ പഠിച്ചാൽ മാത്രമേ കംപ്ലീറ്റ് ചെയ്യാൻ ചോദിച്ചാലോ അതല്ല മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിച്ചാലോ ഇനി അതല്ല ഒരു വൺ വേർഡ് ആയിട്ട് ഇപ്പം ഞാൻ സോഡ പറഞ്ഞു തന്നില്ലേ അതുപോലെ ചോദിച്ചാലോ നമുക്ക് ആൻസർ എഴുതാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് അത് നോട്ട് ചെയ്ത് വയ്ക്കുക. അടുത്തൊരു ആക്ടിവിറ്റി ഇതായിരുന്നു, വാട്ട് ഈസ് ഇവാപ്പറേഷൻ അല്ലേ, എന്താണ് ബാഷ്പീകരണം? ഇവാപ്പറേഷൻ അല്ലെങ്കിൽ ബാഷ്പീകരണം എന്ന് പറഞ്ഞാൽ എന്ത്? തീർന്നിട്ടില്ല. എക്സ്പ്ലെയിൻ ദ മെത്തേഡ് ഓഫ് ഡീകാൻറ്റേഷൻ വിത്ത് ആൻ എക്സാമ്പിൾ അല്ലെ, തെളിയൂറ്റൽ ഉദാഹരണ സഹിതം വിശദീകരിക്കുക. ആൻഡ് ദ ലാസ്റ്റ് വൺ, ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് യൂസിങ് ഫിൽട്രേഷൻ ഇൻ ഡെയിലി ലൈഫ് അല്ലെ. ഫിൽട്രേഷൻ അല്ലെങ്കിൽ അരിക്കൽ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട് അല്ലേ, അത് നമ്മൾ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് വസ്തുക്കളെ അല്ലെങ്കിൽ മിശ്രിതങ്ങളെ വേർതിരിക്കാനായിട്ട്. അതൊരു എക്സാമ്പിൾ സഹിതം നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും നമ്മുടെ സെപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ മിക്സ്ചർ ആയിക്കോട്ടെ, ഈ പറയുന്ന നമ്മുടെ മിക്സ് ആൻഡ് സെപ്പറേറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ രണ്ടാക്കി തിരിക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു പാർട്ട് മിക്സ്ചറും അടുത്തൊരു പാർട്ട് ഈ സെപ്പറേഷൻ മെത്തേഡ്സും ആണ് അല്ലേ. രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഈക്വലി അതിനകത്ത് നിന്ന് എന്ത് ചോദിച്ചു കണ്ടിട്ടുണ്ട്? ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ബാഷ്പീകരണം, എന്താണ് ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സിംപ്ലി നമ്മൾ പറയുകയാണെങ്കിൽ ഇവാപ്പറേഷൻ ആണ് അല്ലേ, അതായത് ഒരു ലിക്വിഡ് എന്താവുന്നു? അതിൻ്റെ വേപ്പറായിട്ട് മാറുന്നു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വാട്ടർ അല്ലേ, വാട്ടർ വേപ്പറായിട്ട് മാറുന്നു. ജലം അതിൻ്റെ ബാഷ്പമായിട്ട് നീരാവിയായിട്ട് മാറുന്നു. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും ഒരു ദ്രാവകം താപം സ്വീകരിച്ച് ബാഷ്പമായി മാറുന്ന പ്രോസസ്സ് അല്ലേ. ഇവാപ്പറേഷൻ ഇസ് ദ പ്രോസസ് ബൈ വിച്ച് എ ലിക്വിഡ് അബ്സോർബ്സ് ഹീറ്റ് ആൻഡ് ഗെറ്റ് കൺവേർട്ടഡ് ഇൻ ടു ഇറ്റ്സ് വേപ്പർ. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ബാഷ്പീകരണം അഥവാ ഇവാപ്പറേഷൻ എന്ന് പറയുന്നത് അല്ലേ. നമ്മുടെ നാച്ചുറൽ ആയിട്ട് നടക്കുന്ന, നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന ഒരു ഫിനോമിനൻ തന്നെയാണ് ഈ പറയുന്ന ഇവാപ്പറേഷൻ അല്ലെങ്കിൽ ബാഷ്പീകരണം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സെപ്പറേഷൻ മെത്തേഡ് എന്നുള്ള രീതിയിൽ ഇത് പറയുന്ന സമയത്ത് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. നമ്മൾ എക്സാമ്പിൾ എക്സ്പെരിമെൻ്റ് ഒക്കെ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഒരു സോൾട്ട് സൊല്യൂഷനിൽ നിന്ന് നമുക്ക് സോൾട്ടിനെ മാത്രം സെപ്പറേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഇവാപ്പറേഷൻ ആണ്. സോ സെപ്പറേറ്റിംഗ് സോൾട്ട് ഇൻ സോൾട്ട് പാൻസ് അല്ലെ, ഉപ്പളങ്ങളിൽ നിന്ന് ഉപ്പ് വേർതിരിക്കുന്നതിന് യൂസ് ചെയ്യുന്ന മെത്തേഡ് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഇവാപ്പറേഷൻ അഥവാ ബാഷ്പീകരണമാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ഡീകാൻറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. അപ്പോൾ ഡീകാൻറ്റേഷൻ നമുക്കറിയാം അല്ലേ, തെളിയൂറ്റലാണ്. അപ്പോൾ അത് എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെ കയ്യിൽ മഡി വാട്ടർ ഉണ്ട് അല്ലേ, ചെളി വെള്ളം ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഒരു ചെളി വെള്ളം, ആ ഒരു കലങ്ങിയ വെള്ളം നമ്മൾ എടുത്തിട്ട് കുറേ സമയം ഈ പിക്ചറിൽ കാണുന്ന പോലെ, ഈ പിക്ചർ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഈ പിക്ചറിൽ കാണുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യാണ്? അനക്കാതെ വെച്ചിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചെളിയെല്ലാം അല്ലേ, ഈ മഡെല്ലാം എന്ത് ചെയ്യാൻ തുടങ്ങും? സെറ്റിൽ ഡൗൺ ചെയ്യാൻ തുടങ്ങും അല്ലേ, സെറ്റിൽ ഡൗൺ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ സെറ്റിൽ ഡൗൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന വാട്ടർ മാത്രം അല്ലേ, മുകളിൽ കാണുന്ന ആ ഒരു തെളിഞ്ഞ ലിക്വിഡ് ഉണ്ടല്ലോ, അത് മാത്രം നമുക്ക് എന്ത് ചെയ്യാം?
ചെയ്യാം, സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് മാറ്റാനായിട്ട് പറ്റില്ലേ? ഈ പ്രോസസ്സ് തന്നെയാണ് തെളിയൂറ്റൽ അല്ലെങ്കിൽ ഡിക്കാൻറ്റേഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് പറയാം ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് സെപ്പറേറ്റിംഗ് ദ ക്ലിയർ ലിക്വിഡ് എബവ് ആഫ്റ്റർ സെഡിമെന്റേഷൻ ഓഫ് ദ കമ്പോണൻസ് ഓഫ് എ മിക്സ്ചർ. അപ്പോൾ സെഡിമെന്റേഷൻ എന്ന് പറഞ്ഞാൽ സെറ്റിൽ ഡൗൺ ചെയ്യാന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഘടകവസ്തുക്കളെ അടിയിക്കുക അല്ലേ? ഇങ്ങനെ നമ്മൾ അനക്കാതെ വെക്കുമ്പോൾ അത് സെറ്റിൽ ഡൗൺ ആവുന്നുണ്ട്, അടിയുന്നുണ്ട്, വന്ന് അടിയും അല്ലേ? അങ്ങനെ അടിഞ്ഞു കഴിഞ്ഞാൽ മുകളിലുള്ള ക്ലിയർ ലിക്വിഡിനെ മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു? സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നു. ആ പ്രോസസ്സിനെയാണ് മക്കളെ നമ്മൾ ഡീകാൻറ്റേഷൻ അഥവാ തെളിയൂറ്റൽ എന്ന് വിളിക്കുന്നത്. ആൻഡ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫിൽട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. അപ്പോൾ ഫിൽട്രേഷൻ വ്യക്തമായിട്ട് നമുക്കറിയാവുന്ന കാര്യമാണ്. ഒരു സീവ് യൂസ് ചെയ്തിട്ട്, അതായത് കൃത്യമായിട്ടുള്ള ഒരു അരിപ്പ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നു അല്ലേ? പാർട്ടിക്കിൾസിനെ നമ്മൾ ഒരു മിക്സറിലെ പാർട്ടിക്കിൾസിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നു. അപ്പോൾ ഡെയിലി ലൈഫ് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? നമ്മുടെ ഒരു ചായ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ചായയിൽ നിന്ന് നമ്മുടെ തേയില എങ്ങനെയാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്? ഒരു സ്ട്രെയിനർ യൂസ് ചെയ്തിട്ട്, ഒരു അരിപ്പ യൂസ് ചെയ്തിട്ടാണ് അല്ലേ? ഇനി അതല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ എന്ത് കണ്ടിട്ടുണ്ട്? യെസ്, മണലൊക്കെ അരിക്കുന്ന കണ്ടില്ലേ നിങ്ങൾ? അപ്പോൾ സാൻഡിൻ്റെ എന്താണ് ഈ പറയുന്ന ഫിൽട്രേഷൻ ഒക്കെയാണ് അവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത് ഒരു സീവ് ഉപയോഗിച്ചിട്ടല്ലേ? സീവിങ് എന്ന് പറയുന്നത് എന്ത് ചെയ്യാണ്? നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? മിക്സറിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ്. സോ അങ്ങനെ നമുക്ക് ഡെയിലി ലൈഫിലുള്ള ഒരു എക്സാമ്പിളെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് എന്ത് ചെയ്യാം? എഴുതാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ശ്രദ്ധിച്ചാൽ അറിയാം മിക്കവരും എന്താണ് അപ്ലിക്കേഷൻസ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് എന്തൊക്കെയാണ് മക്കളെ, പ്രത്യേകിച്ച് സെപ്പറേഷൻ മെത്തേഡൊക്കെ എന്തൊക്കെയാണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് അപ്ലൈ ചെയ്ത് എഴുതാനായിട്ട് പറ്റുള്ളൂ. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, മക്കൾ നോട്ട് ചെയ്ത് വെക്കുക. ആൻഡ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. കൂട്ടത്തിൽ മിസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറയുവാണ്. നമുക്കറിയാം അല്ലേ, അടുത്ത വർഷം നമ്മൾ 7th പോവുകയാണ്. അവിടെ USS എന്ന് പറയുന്ന വലിയൊരു സ്കോളർഷിപ്പ് ഒക്കെ നിങ്ങളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ത്തിന്റെ സ്വന്തം അവഞ്ചേഴ്സ് ബാച്ച് റെഡി ആയിട്ടുണ്ട്. അഡ്മിഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. വെക്കേഷനിൽ തന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക? നമ്മുടെ അവഞ്ചേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കിട്ടും ഒരു ചുരുങ്ങിയ പൈസയ്ക്ക് അല്ലേ? അതായത് 2499 ഒരു ഇയറിലേക്കാണ്, ഒരു വർഷത്തേക്കാണ്. ആ ഒരു എമൗണ്ടിനാണ് മക്കൾക്ക് ഈ ഒരു ബാച്ച് സ്വന്തമാക്കാൻ പറ്റുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ മക്കൾ എന്ത് ചെയ്യുക? നമ്മുടെ എക്സാം ഒക്കെ കഴിയുമ്പോഴേക്ക് തന്നെ അഡ്മിഷൻ എടുത്തിട്ട് നമ്മുടെ അവഞ്ചേഴ്സ് ബാച്ചിൻ്റെ സ്വന്തമാവുക. അപ്പോൾ എക്സാം ഒക്കെ എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ എഴുതുക. എല്ലാവർക്കും മിസ്സിൻ്റെ ഓൾ ദ ബെസ്റ്റ്.